ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിമാചൽ പ്രദേശിലും പ്രചാരണ രംഗത്ത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ. പുരസ്കാര നേട്ടം പുതുതലമുറ ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രചോദനമെന്ന് പ്രധാനമന്ത്രി. റെയ്മൽ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ പശ്ചിമബംഗാൾ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടത്തിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിൽ 3 റാലികളിൽ പങ്കെടുത്തു. BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിമാചൽ പ്രദേശിലെ ഷിംല മണ്ഡലത്തിൽ 2 റാലികളിൽ സംസാരിച്ചു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പഞ്ചാബിലെ ചണ്ഡീഗഡ്, പാട്യാല എന്നിവിടങ്ങളിൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ബീഹാറിലെ സാസാറാമിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ഡൽഹി വിവേക് വിഹാറിലെ കുട്ടികളുടെ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. അതേസമയം തീപിടുത്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ തീപിടുത്തത്തിൽ 6 നവജാത ശിശുക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സബ് കളക്ടർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ജില്ലാ കളക്ടർ വഴി റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏത് രാസപദാർത്ഥമാണ് വെള്ളത്തിൽ കലർന്നതെന്ന് വ്യക്തമായാൽ ആ രാസമാലിന്യം പുറത്തുവിടുന്ന കമ്പനിയെ കണ്ടെത്തുമെന്ന് മന്ത്രി പറഞ്ഞു. സബ് കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരും. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം കൂടി പരിഗണിച്ച് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉള്ള ശാശ്വതമായ പരിഹാരമാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ബാർ കോഴ വിഷയത്തിൽ ബാർ ഉടമകളെ മാത്രം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭാവനയുടെ പേരിൽ കൈക്കൂലി വാങ്ങി സർക്കാരിന്റെ നയം സ്വീകരിക്കുന്നതും ആ നയം തിരുത്തുന്നതും രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾക്ക് എതിരാണെന്നും അദ്ദേഹം പറഞ്ഞു. ബാർക്കോഴ വിവാദത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവും. മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടില്ലെന്ന എക്സൈസ്, ടൂറിസം മന്ത്രിമാരുടെ പ്രസ്താവനകൾ കള്ളമാണെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 മന്ത്രിമാരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ 6 ചോദ്യങ്ങളും ശ്രീ VD സതീശൻ സർക്കാരിന് നേരെ ഉന്നയിച്ചു. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മാസം 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗം സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ബാർ ഉടമകളുടേത് മാത്രമായുള്ളതോ അല്ലെന്നും ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. ദീർഘകാലമായി ടൂറിസം രംഗം നേരിടുന്ന പ്രശ്നങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്ത ടൂറിസം മേഖലയിലെ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുള്ളവർ ഉന്നയിച്ചത്. ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്ന് സർക്കാരിലേക്ക് നൽകിയിട്ടില്ലെന്നും ഡയറക്ടർ പറഞ്ഞു. യോഗം വിളിച്ചു ചേർത്തത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലെന്നും അവർ വ്യക്തമാക്കി. 4 വർഷ ബിരുദ കോഴ്സ് പ്രവേശനം സംബന്ധിച്ചുള്ള ബോധവൽക്കരണ പരിപാടി നാളെ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ വളാഞ്ചേരി MES KVM കോളേജിലാണ് സംസ്ഥാനതല പരിപാടിക്ക് തുടക്കമിടുന്നത്. 4 വർഷ ബിരുദ കോഴ്സ് പ്രവേശനത്തിനായുള്ള ഒരുക്കങ്ങൾ സർവകലാശാലകൾ അതിവേഗം പൂർത്തിയാക്കി വരികയാണെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 45ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ലോകവിജ്ഞാനത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആയുർവേദം എന്ന് മന്ത്രി സൂചിപ്പിച്ചു. പൊതുജനങ്ങളിലേക്ക് ആയുർവേദത്തിന്റെ നന്മകൾ എത്തിക്കുന്നതിൽ നാം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ. മികച്ച 2ാമത്തെ ചിത്രം, അൺസേർട്ടൺ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടി, ഛായാഗ്രാഹക മികവ് എന്നീ വിഭാഗങ്ങളിലാണ് രാജ്യത്തിന്റെ അഭിമാന നേട്ടം. പായൽ കപ്പാടിയ സംവിധാനം ചെയ്ത ഹിന്ദി മലയാളം ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്
ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കി. 80% മലയാള ഭാഷയിലുള്ള ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചത് മലയാളി താരങ്ങളായ കനി കുസൃതിയും ദിവ്യപ്രഭയുമാണ്. ഫെസ്റ്റിവലിലെ അൺസർട്ടൈൻ റിഗാർഡ് സെഗ്മെന്റിൽ അനസൂയ സെൻഗുപ്ത മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ചലച്ചിത്രമേളയിൽ പിയർ ആന്റിനോ പുരസ്കാരം നൽകി ആദരിച്ചു. പായൽ കപ്പാഡിയയുടെ ചരിത്ര നേട്ടത്തിൽ ഇന്ത്യ അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഈ അംഗീകാരം രാജ്യത്തെ പുതിയ തലമുറയിലെ ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രചോദനം കൂടിയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ നിന്നുള്ള 278 തീർത്ഥാടകർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് ജിദ്ദയിലേക്ക് യാത്ര തിരിച്ചു. 150 പുരുഷന്മാരും 128 സ്ത്രീകളുമാണ് ഇന്നത്തെ യാത്രാസംഘത്തിലുള്ളത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഈ വർഷം പുറപ്പെടുന്ന ഹജ്ജ് വിമാനങ്ങളുടെ അന്തിമ പട്ടിക തയ്യാറായി. ജൂൺ 1 പുലർച്ചെ 5:55 ആദ്യ വിമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് മാത്രമായി ജൂൺ 3 ഉച്ചയ്ക്ക് 1:10 ജിദ്ദയിലേക്ക് സർവീസ് നടത്തും. അന്നേ ദിവസം 2 വിമാനങ്ങളുണ്ടാവും. 361 പേർക്ക് യാത്ര ചെയ്യാവുന്ന സൗദി എയർലൈൻ സർവീസാണ് കണ്ണൂരിൽ നിന്ന് ഏർപ്പെടുത്തുന്നത്. ജൂൺ 10 വരെ ഹാജിമാരെ വഹിച്ച് കണ്ണൂരിൽ നിന്ന് 9 വിമാനങ്ങളാണ് പറന്നുയരുക. ജൂൺ 1 രാവിലെ 5:55 പുറപ്പെടുന്ന ആദ്യ വിമാനം ജിദ്ദയിൽ രാവിലെ 8:50 എത്തിച്ചേരും. അവസാന വിമാനം 10 പുലർച്ചെ 1:55 പുറപ്പെട്ട് രാവിലെ 4:50 ജിദ്ദയിലെത്തും. കണ്ണൂരിലേക്കുള്ള മടക്കയാത്രാ വിമാനം ജൂലൈ 10 മദീനയിൽ നിന്നാണ് പുറപ്പെടുക. ഉച്ചയ്ക്ക് 12 മണിക്ക് വിമാനം കണ്ണൂരിൽ എത്തിച്ചേരും. മഴക്കെടുതി മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. വെള്ളപ്പൊക്ക ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം അവസാനത്തോടെ ഇത് സംബന്ധിച്ച പദ്ധതി സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റെയ്മൻ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ വടക്കോട്ട് നീങ്ങി കൂടുതൽ ശക്തി പ്രാപിച്ച് ബംഗ്ലാദേശിനെയും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ തീരങ്ങളെയും ബാധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുന്നറിയിപ്പിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ഇന്ത്യൻ നാവികസേന സജ്ജമായി. മരുന്നുകളും മറ്റ് അടിയന്തര അവശ്യ വസ്തുക്കളുമായി 2 കപ്പലുകൾ നാവികസേന തയ്യാറാക്കി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണമെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടത്തിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തിന് ചെന്നൈ നഗരം സാക്ഷിയാകും. രാത്രി 7:30 MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. 66 ദിവസങ്ങൾ നീണ്ട IPL മാമാങ്കത്തിന്റെ കലാശപ്പോരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും മുഖാമുഖമെത്തുമ്പോൾ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ്. ഇന്നിംഗ്സിന്റെ ഏത് ഘട്ടത്തിലും പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന ബാറ്റർമാരുടെ രണ്ടും കൽപ്പിച്ച ബലപരീക്ഷണമാകും ഇന്നത്തെ ഫൈനൽ. ഓപ്പണിംഗിലും മധ്യനിരയിലും ഫിനിഷിംഗിലും ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. ഹൈദരാബാദിന്റെ ട്രാവിസ് ഹെഡ്, അഭിഷേക് സഖ്യത്തിനെതിരെ കൊൽക്കത്ത നിരയിൽ സുനിൽ നരൈൻ, ഫിൽസാൾട്ട് നയിക്കുന്ന ബറ്റാലിയനുണ്ട്. ബൌളിംഗിൽ അല്പം മേൽക്കൈ കൊൽക്കത്തയ്ക്കാണെങ്കിലും നടരാജനും കമ്മിൻസും ഫോമിലേക്ക് ഏർന്നാൽ ഹൈദരാബാദിന്റെ സാധ്യതകളെ തള്ളിക്കളയാനാവില്ല. ജയിക്കാൻ നിശ്ചയദാർഢ്യം മാത്രം കൈമുതലാക്കിയ തുല്യർ കളം നിറയുമ്പോൾ പ്രവചനം അസാധ്യം. കാത്തിരിക്കാം ലോക ക്രിക്കറ്റിലെ ഇന്ത്യൻ മഹോത്സവത്തിലെ പുതിയ ചാമ്പ്യനെ. കൊൽക്കത്തയോ ഹൈദരാബാദോ, ചപ്പോക്ക് സ്റ്റേഡിയം വിധി എഴുതും വരെ. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിമാചൽ പ്രദേശിലും പ്രചാരണ രംഗത്ത്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി P. രാജീവ്. കാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങി ഇന്ത്യ. പുരസ്കാര നേട്ടം പുതുതലമുറ ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രചോദനമെന്ന് പ്രധാനമന്ത്രി. റെയ്മൽ ചുഴലിക്കൊടുങ്കാറ്റ് ഇന്ന് അർദ്ധരാത്രിയോടെ പശ്ചിമബംഗാൾ തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടത്തിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.